നിർമ്മാതാവിന്റെ പരാതിയിൽ അഭിലാഷം സിനിമയുടെ അണിയറ പ്രവർത്തകർക്കെതിരെ കേസ്. അണിയറ പ്രവർത്തകർ കബളിപ്പിച്ചു എന്നാണ് പരാതി. സംവിധായകനടക്കം 6 പേർക്കെതിരെയാണ് ഹിൽ പാലസ് പോലീസ് കേസെടുത്തത്. സിനിമയുടെ ചിത്രീകരണം വൈകിപ്പിച്ചും ഹാർഡ് ഡിസ്ക് കൈക്കലാക്കിയും വഞ്ചിച്ചുവെന്നാണ് പരാതി. നിതിൻ സേവ്യർ വിശദാംശങ്ങളുമായി ചേരുകയാണ്. നിതിൻ, ഈ പറഞ്ഞിരിക്കുന്ന സംവിധായകൻ ആരൊക്കെയാണ്, ഏതൊക്കെ അണിയറ പ്രവർത്തകർക്കെതിരെയാണ് ഇപ്പോൾ കേസ്? കേസിന്റെ ഒരു എന്താണ്, കൂടുതൽ വ്യക്തത വരുത്താമോ? സിനിമയുടെ ചിത്രീകരണം വൈകിപ്പിച്ചും ഹാർഡ് ഡിസ്ക് കൈക്കലാക്കിയും അണിയറ പ്രവർത്തകർ വഞ്ചിച്ചുവെന്നാണ് നിർമ്മാതാവ് പരാതി നൽകിയിരിക്കുന്നത്. അഭിലാഷം സിനിമയുടെ നിർമ്മാണ കമ്പനിയായ സെക്കൻഡ് ഷോ പ്രൊഡക്ഷൻസിന്റെ മാനേജിംഗ് പാർട്ണറായ നിർമ്മാതാവാണ് സരിക ആൻ സജി എന്ന നിർമ്മാതാവാണ് ഇപ്പോൾ ആൻ സരിക ആന്റണി എന്ന നിർമ്മാതാവാണ് ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ 6 പേർക്കെതിരെ കൊച്ചി സിറ്റി പോലീസ്, ഹിൽ പാലസ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. കോപ്പിറൈറ്റ് ആക്ട്, സിനിമാറ്റോഗ്രാഫി ആക്ട്, വഞ്ചന, ഗൂഢാലോചന എന്നീ വകുപ്പുകളാണ് നിലവിൽ ചുമത്തിയിട്ടുള്ളത്. സംവിധായകൻ ഷംസുദ്ദീൻ അടക്കം 6 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. 4 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് പരാതിയിൽ പറയുന്നത്. 2023 ജൂണിൽ അണിയറ പ്രവർത്തകനായ 1-ാം പ്രതി പരാതിക്കാരിയെ സമീപിക്കുന്നു. 1-ാം പ്രതി സംവിധായകനാണ്. സംവിധായകൻ ഈ പരാതിക്കാരിയെ സമീപിച്ച് 2.25 കോടി രൂപയ്ക്ക് ചിത്രീകരണം പൂർത്തിയാക്കുമെന്ന ഉറപ്പിലാണ് സിനിമയുമായി സഹകരിക്കാമെന്നേറ്റുവെന്നാണ് നിർമ്മാതാവ് പറയുന്നത്. പക്ഷേ ഈ സിനിമയുടെ നിർമ്മാണം 3.25 കോടിയായി ഉയർന്നുവെന്നും ഒപ്പം തന്നെ ഈ ഹാർഡ് ഡിസ്ക് അടക്കം തന്നോട് പറയാതെ തന്റെ കയ്യിൽ നിന്നും ഇത്തരത്തിൽ തന്നെ വഞ്ചിച്ച് ഈ ഹാർഡ് ഡിസ്ക് അടക്കം കൈക്കലാക്കിയെന്നുമാണ് പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്.